ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മുതൽ പുതിയൊരു വീഡിയോയും കൂടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. MCXന്റെ നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിലിന്റെയും ഈവനിങ് സെഷന്റെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, നിങ്ങളെ ഒരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പറയുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒരു കാര്യങ്ങളുടെ ഒരു റിവ്യൂ ഒക്കെ വന്നതിന് ശേഷം ഇതൊരു ഫുൾ ഫ്ലെഡ്ജ് രീതിയിലേക്ക് ഞാൻ MCXന്റെ ഈവനിങ് സെഷന്റെ വീഡിയോ ഇടാനുള്ള ഒരു പ്ലാനിങ് എൻ്റെ മനസ്സിലുണ്ട്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി റീറ്റെയിൽ ടെക്കിന്റെ കോച്ചാർട്ടിങ്ങിന്റെ MCX ക്രൂഡ് ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ ഈവനിങ് സെഷൻ വ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മുടെ ഈ ക്രൂഡ് ഓയിൽ നിങ്ങൾ നോക്കിയാൽ ക്രൂഡ് ഓയിൽ ഒരു 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 മാർക്കറ്റ് പൊട്ടി വന്നതിന് ശേഷം ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് ആ റേഞ്ചിന്റെ അവിടെ ഒരു ബാലൻസ് കൃത്യമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു റേഞ്ച് എത്രയാണ്, ക്രൂഡ് ഓയിൽ ഇവിടെ ഒരു അടിച്ച് പൊട്ടി വന്ന് ഇറങ്ങിയ ഒരു ലെവലാണ്. ആ ലെവലിന്റെ അവിടെ ക്രൂഡ് ഓയിൽ ഇപ്പൊ ഒരു പക്ക ഒരു ബാലൻസ് ഫോർമേഷൻ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഇന്നലെ അടിച്ചിറങ്ങിയ ഒരു പ്രൊഫൈലാണ്. അതിന്റെ ഭാഗത്തേക്ക് ബാലൻസ് ഫോർമേഷൻ ഉണ്ട്. ഈ 5400 എന്ന് പറഞ്ഞാൽ പണ്ട് കുറച്ചു കാലം മുമ്പേ ക്രൂഡ് ഓയിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുത്ത ഒരു ഏരിയ ആയിരുന്നു ഈ ക്രൂഡ് ഓയിൽ. ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുത്ത് ആശാൻ തിരിച്ച് കയറിപ്പോയി, ആ ഭാഗത്ത് ഒരു വീണ്ടും തിരിച്ച് കയറും, അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്ത് പൊക്കോണ്ടിരിക്കുന്ന ഒരു ഡെഡ് ലൈൻ, നമ്മളെ ലക്ഷ്മണ രേഖയായിട്ടായിരുന്നു കൃത്യമായിട്ട് ക്രൂഡ് ഓയിൽ നിന്നത്. സോ ഈ ഒരു കൃത്യമായി പറയുകയാണെങ്കിൽ 19 ഓഗസ്റ്റിൽ ഒരു കിടലൻ സപ്പോർട്ട് അവിടെ നിന്ന് മാർക്കറ്റ് കയറി 5900 വരെ പോയി തിരിച്ച് വീണ്ടും താഴേക്ക് ഇറങ്ങി ആ ഭാഗത്തേക്ക് വന്ന് ഇങ്ങനെ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ 5400 മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ കുടുംബത്തെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ഒരു സെല്ലിങ്ങിന്റെ സോണിലേക്ക് അത് വീണ്ടും ആക്റ്റീവേറ്റ് ആയി പോകും. സോ 5400 പൊട്ടുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഇനി നമുക്ക് പോയാൽ എങ്ങോട്ട് പോകും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പണ്ടത്തെ ലെവൽ മെയ് മാസത്തെ ലെവലിലേക്കാണ് നമ്മൾ ഈ മാർക്കറ്റ് പോകുന്നത്. നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒന്നും ആ സപ്പോർട്ട് വന്നിട്ടില്ല. സോ ഈ മെയ് മാസത്തെ ഒരു മെയിലെ പക്ക പറയണമെങ്കിൽ ആ മെയ്യുടെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയയുടെ ഭാഗത്തേക്ക് അവൻ കൃത്യമായിട്ട് വരും. 5400 പൊട്ടുകയാണെങ്കിൽ ഈ ഒരു ലെവൽ കൃത്യമായിട്ട് പൊട്ടുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന 5343 എന്ന് പറഞ്ഞ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് വരും. അതായത് നമ്മൾ 2 ജൂണിന്റെ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് വരും. അപ്പൊ ക്രൂഡിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ക്രൂഡിനെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 5400 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അത് പൊട്ടുകയാണെങ്കിൽ അവൻ കൃത്യമായിട്ട് 5343 എന്ന് പറഞ്ഞ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് അവൻ വരും. ഈ 5343 പൊട്ടേനും ക്രൂഡിനെ സംബന്ധിച്ച് പിന്നെ വരുന്ന POC എന്ന് പറയുമ്പോൾ ഈ ഒരു 13th മെയ്യുടെ ഫ്രൈഡേയിൽ വന്ന ഒരു POC ആയ 5199ന്റെ ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 5099ന്റെ ഭാഗത്തേക്ക് അവൻ വരാം. അപ്പൊ ക്രൂഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ 5400 പൊട്ടുകയാണെങ്കിൽ ക്രൂഡിന് ഒരു ഹെവി സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആ സെല്ലിംഗ് എത്രയാണ്? 5343. അത് പൊട്ടുകയാണെങ്കിൽ അടുത്തൊരു ഫർദർ ബ്രേക്ക് ഡൗണിലേക്ക് വന്ന് 5199ന്റെ ഭാഗത്തേക്ക് ക്രൂഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ക്രൂഡിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഇന്നലെ ഒരു ബാലൻസ് ഫോർമേഷൻ ചെയ്തു. ഇന്നലെ ഒരു ഡൗൺവേർഡ് വന്ന ദിവസമായിരുന്നു, അതിലൊരു മാർക്കറ്റ് അടിച്ചിറങ്ങിയ ദിവസമായിരുന്നു. സോ ഈ 5466 ക്രൂഡ് ഈ ഇന്നലത്തെ വാല്യൂവിലെ അകത്ത് ക്രൂഡ് ഓയിൽ എൻ്റർ ആവുന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് മൊമെന്റ് സ്റ്റാർട്ട് ചെയ്ത് 5511 എന്ന് പറഞ്ഞ ഈ ഒരു POC ഉണ്ടല്ലോ, ഈ POCയുടെ ഭാഗത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ 5466 ക്രൂഡ് ഓയിൽ വരെ പൊട്ടുകയാണെങ്കിൽ 5511 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് ഒരു മീൻ റിവേർഷൻ തരാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രൂഡിനെ സംബന്ധിച്ച് ഈ ഒരു POC അല്ലെങ്കിൽ ഈ ഒരു സെല്ലിംഗ് തുടങ്ങിയ ഏരിയയായ 5574 വരെ പോകും. 5574 വരെ പോകാനുള്ള ചാൻസ് ക്രൂഡിനെ സംബന്ധിച്ച് കൂടുതലായിരിക്കും. സോ അപ്പോഴും ഡൗൺവേർഡ് ലെവൽസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അത് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇതായിരിക്കും പിന്നെ ക്രൂഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ട് 6 മണി തൊട്ട് രാത്രി 9 മണി ഒരു സമയത്ത് നല്ലൊരു ഫ്ലക്ച്വേറ്റിംഗ് മൂവ്മെന്റ് വരാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈവനിങ് സെഷനിൽ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇനി അടുത്ത് നോക്കേണ്ട നാച്ചുറൽ ഗ്യാസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നാച്ചുറൽ ഗ്യാസ് ഇന്നലെ ഒരു പക്ക ഒരു അപ്വേർഡ് മൂവ്മെന്റ് എന്ന ദിവസമാണ് നാച്ചുറൽ ഗ്യാസ്. ഇപ്പം ഈ ഇന്നലത്തെ ക്രൂഡ് ഓയിൽ ലോവർ ലെവലിൽ ഡിസ്ട്രിബ്യൂഷൻ വന്ന സ്ഥലത്ത് ബാലൻസ് ചെയ്യുന്നവരെ നാച്ചുറൽ ഗ്യാസ് ഇന്നലത്തെ കയറിയ ആ മൂവ്മെന്റത്തിന് മുകളിൽ ഒരു ബാലൻസ് വരുന്നുണ്ട്. അവനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ 311 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ്, പഴയ ഒരു POC ആണ്. ആ 311 പൊട്ടുകയാണെങ്കിൽ അവൻ 316ന്റെ ഭാഗത്തേക്കും അതിന് മുകളിൽ 319 വരെയുള്ള ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പൊ അതുവരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ല, അവൻ ഈ 303 പൊട്ടുകയാണെങ്കിൽ, ഇന്നത്തെ ലോ അവൻ പൊട്ടുകയാണെങ്കിൽ തിരിച്ച് ഇന്നലത്തെ POC ആയ 299ന്റെ ഭാഗത്തേക്കും അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഈ POC ആയ 292ന്റെ ഭാഗത്തേക്കും വന്ന് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് കൂടുതലാണ്.
സോ എല്ലാവരും വീഡിയോ കാണുക, ലെവൽ ആക്ട് ചെയ്യണമെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. ട്രേഡിങ്ങിന്റെ ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ട് 6 മണി തൊട്ടാണ് ട്രേഡിങ്ങിന്റെ സമയം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ട്രേഡിങ്ങിന്റെ സമയമുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്യാനുള്ള ട്രേഡിംഗ് മെത്തേഡ്സ് ഒക്കെ ഇതിൽ കൃത്യമായിട്ട് കിട്ടുന്നതാണ്. സോ ഈ ലെവൽ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക, ട്രേഡ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക, കമന്റ് സെക്ഷനിൽ പറയുക. സോ ഒരിക്കൽ കൂടി നന്ദി, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.